പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ സിനിമകൾ തിയേറ്ററിൽ റിലീസായ ദിവസമായിരുന്നു. കിങ്ഡം മൂവിയുടെ ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുപോലുള്ള ഏറ്റവും പുതിയ എൻ്റർടൈൻമെൻറ്റ് ഫിലിം OTT ന്യൂസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തെന്നിന്ത്യയിൽ യുവനിരയിൽ ശ്രദ്ധയാകർഷിച്ച താരമാണ് വിജയ് ദേവർകൊണ്ട. സമീപകാലത്ത് വൻ വിജയങ്ങൾ നേടാൻ വിജയ് ദേവർകൊണ്ടയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഇന്നലെ റിലീസായ കിങ്ഡം താരത്തെ സംബന്ധിച്ച് നിർണായകമാണ്. നെറ്റ്ഫ്ലിക്സ് റിലീസിന് മുന്നേ കിങ്ഡം സിനിമയുടെ OTT റൈറ്റ്സ് 53 കോടി നേടിയിട്ടുണ്ട് എന്നതുമാണ് റിപ്പോർട്ട്. വിജയ് ദേവർകൊണ്ട നായകനാകുന്ന കിങ്ഡത്തിന്റെ ഓപ്പണിംഗ് കളക്ഷനും മോശമല്ലാത്തതെന്നാണ് റിപ്പോർട്ട്. മികച്ച അഭിപ്രായമാണ് കിങ്ഡത്തിന് ലഭിച്ചിരിക്കുന്നത്. വിജയ് ദേവർകൊണ്ടയുടെ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. ഇന്ത്യയിൽ മാത്രം ഓപ്പണിംഗിൽ 15.75 കോടി കിങ്ഡം നൈറ്റ് കളക്ഷനായി നേടി എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. വിജയ് ദേവർകൊണ്ട നായകനാകുന്ന ചിത്രത്തിന് അനിരുദ്ധ് രവിചന്ദർ വാങ്ങിയ പ്രതിഫലവും ചർച്ചയാകുന്നുണ്ട്. കിങ്ഡം എന്ന ചിത്രത്തിനായി 12 കോടി രൂപയാണ് അനിരുദ്ധ് പ്രതിഫലം വാങ്ങിച്ചത്. ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ശാരീരികമായി വലിയ മേക്ക് ഓവർ നടത്തിയാണ് ദേവർകൊണ്ട അഭിനയിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സ്വഭാവത്തെപ്പറ്റി കൃത്യമായി പറയുന്ന ടീസറിന് 1.55 മിനിറ്റ് ദൈർഘ്യമാണ് ഉണ്ടായിരുന്നത്. ജേഴ്സി അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകൻ ഗൗതം തിണ്ണനൂരിയാണ് കിങ്ഡമിന്റെ രചനയും സംവിധാനവും. മലയാളി സിനിമാ പ്രേമികളെ സംബന്ധിച്ചും കൗതുകകരമായ ഒരു ക്രെഡിറ്റ് കാർഡ് ഈ ചിത്രത്തിലുണ്ട്. മലയാളികളായ ജോമോൻ ടി ജോണും ഗിരീഷ് ഗംഗാധരനുമാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. പുതിയൊരു എൻ്റർടൈൻമെൻറ്റ് ന്യൂസുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.